കേക്ക് ബേക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കി പഠിക്കാം. സെയിം അളവ് തന്നെയാണ്, വാനില സ്പഞ്ച് കേക്കിൻ്റെ അളവ് തന്നെയാണ് എടുക്കുന്നത്. ഒരു കപ്പ് മൈദ എടുത്തു, അതിൽ നിന്ന് ഒരു 1/4 കപ്പ് മൈദ എടുത്ത് മാറ്റിയിട്ട് അതേ അളവിൽ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ നമ്മൾ ഇട്ട് കൊടുത്ത് രണ്ടും വിരൽ വെച്ച് വടിച്ചിട്ടുള്ള ആ ലെവൽ ചെയ്തുള്ള അളവിൽ മാത്രമാണ് എടുക്കേണ്ടത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നമ്മൾ വാനില സ്പഞ്ചിനെടുത്ത അതേ അളവുകൾ തന്നെ. ഇനി നല്ലതുപോലെ ഇത് അരിച്ചെടുക്കണം. എപ്പോഴും പറയുന്നത് പോലെ 3 തവണ കൃത്യമായിട്ട് അരിച്ചെടുക്കണം. നോക്കിക്കേ എത്രമാത്രം തരി അതിലുണ്ടെന്ന്. കൊക്കോ പൗഡറിനകത്ത് നല്ലതുപോലെ തരി ഉണ്ടാവും. അതുകൊണ്ട് പ്രത്യേകിച്ച് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിച്ച് തന്നെ എടുക്കണം 3 തവണ. പിന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യുക, ഹാൻഡ് വിസ്ക് വെച്ച് മിക്സ് ചെയ്യുകയും വേണം. ഇനി 4 മുട്ടയാണ് നമുക്ക് ഈ 1 കിലോ കേക്കിന്, സ്പഞ്ച് കേക്കിന് വേണ്ടത്. അത് വാനിലയ്ക്കായാലും ഏതിനായാലും 4 മുട്ട. അത് ഒരു ചെറിയ ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മുട്ട കേടുണ്ടെങ്കിൽ എല്ലാ മുട്ടയും കൂടെ എടുത്ത് കളയേണ്ടി വരത്തില്ല. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ഓൺ ആക്കിയിടുക. എങ്കിൽ മാത്രമാണ് ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി അതിനകത്തോട്ട് കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ നമുക്ക് ഒഴിക്കാം. 1 ടീസ്പൂൺ, 1.5, 1.25 ഒക്കെ വേണമെങ്കിലും നമുക്ക് ഈ വാനില എസൻസ്, അതിൽ കൂടുതൽ ഒഴിക്കരുത്. ആ എസൻസിൻ്റെ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. ഇത് ഒഴിക്കുന്നത് നമ്മുടെ മുട്ടയുടെ മണം ഒന്ന് കേക്കിന് മാറുന്നതിന് വേണ്ടി. ഇനി നമുക്ക് ഒന്ന് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്യാം. നോക്കിക്കേ, എപ്പോഴും പറയുന്നത് പോലെ നല്ലതുപോലെ പത വന്നു കഴിയുമ്പോൾ നമ്മൾ കുറേശ്ശെ ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കുക. 1 കപ്പ് ഷുഗർ പൗഡർ, ഏത് കപ്പിനാണോ നമ്മൾ മൈദ അളന്നത് ആ കപ്പിന് 1 കപ്പ് ഷുഗർ പൗഡർ. അത് കുറേശ്ശെ 3 ബാച്ചായിട്ടിട്ട് നമുക്ക് സ്പീഡ് കൂട്ടി, ഓരോ സ്പീഡും കൂട്ടി ഫുൾ സ്പീഡിലിട്ടിട്ട് നല്ലതുപോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വീഡിയോ നല്ല സ്പീഡ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ആ ബീറ്റായി വരുന്നത് നിങ്ങൾക്കൊന്ന് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കുറച്ച് ലെങ്തി ആവുമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോയിലും പറയുന്നു. നോക്കിക്കേ, നമ്മുടെ ആ ബബിൾസൊക്കെ ഒന്ന് മാറി യെല്ലോ കളറിൽ നിന്നും ഒരു വൈറ്റ് കളറിലോട്ട്, അതായത് യെല്ലോയിഷ് വൈറ്റ് കളറിലോട്ട് നമ്മുടെ ആ ഒരു ബാറ്റർ വന്നിട്ടുണ്ട്. ഇനി പ്യുവർ വൈറ്റ് ആവണം, അതാണ് നമ്മുടെ പരുവമെന്ന് പറയുന്നത്. നോക്കിക്കേ, ഇപ്പം റെഡിയായി വരുന്നുണ്ട്. ഓരോ മാറ്റവും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കണ്ടാൽ മനസ്സിലാവുമെന്ന്. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് മിൽക്കും ഡ്രൈ ഇൻഗ്രീഡിയൻസുമാണ്, പിന്നെ ഓയിലും. എപ്പോഴും എടുക്കുന്നത് പോലെ 1/4 കപ്പ് ഓയിലാണ് നമുക്ക് ഇതിനും വേണ്ടത്. ആ 1/4 കപ്പ് ഓയിൽ നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യുമ്പം നമ്മുടെ ബീറ്ററിൻ്റെ സ്പീഡ് 1-ലിടാൻ മറന്നു പോകല്ലേ. 1-ലിട്ടിട്ട് വേണം നമ്മുടെ ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. പലർക്കും കംപ്ലൈൻ്റാണ്, പ്രത്യേകിച്ച് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഓയിൽ വന്ന് മുകളിൽ പറ്റിപ്പിടിച്ച് അത് ഒരു നനവ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ടിന്നിൻ്റെ അടിയിൽ നനവ് പോലെ ആകുന്നു എന്നുള്ളത്. അത് നമ്മുടെ ഓയിൽ കറക്റ്റ് മിക്സ് ആകാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഓയിൽ കൂടുതലായാലും നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് വരും. അതുകൊണ്ട് 1/4 കപ്പ് ഓയിൽ മാത്രം മതി 1 കിലോ കേക്ക് ഉണ്ടാക്കുന്നതിന്. അത് മറക്കരുത്, 1/4 കപ്പ് ഓയിൽ. അത് ഒന്ന് സ്പീഡിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അല്ല, ഒന്ന് സ്പീഡിൽ ഇടേണ്ടതുകൊണ്ട് അത് വേഗം അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിക്കരുത്. നമുക്കറിയാമല്ലോ, എല്ലായിടത്തും ഒന്ന് ഓയിൽ, അതായത് ഓയിൽ ഒഴിക്കുമ്പോൾ ഒരിടത്ത് മാത്രം ഒഴിക്കാതെ വട്ടത്തിൽ ചുറ്റിച്ച് കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഒപ്പം ബീറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ എല്ലായിടവും അങ്ങ് വേഗം മിക്സ് ആവും. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നമ്മൾ 2 ടേബിൾ സ്പൂൺ മിൽക്കാണ്, കഴിഞ്ഞ സ്പഞ്ച് കേക്കിൽ എടുത്തതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്കാണ് കുറേശ്ശെ ഒഴിച്ചു. നോക്കിക്കേ, കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ കറക്കി നടുക്കോട്ട് കൊണ്ടുവരിക. ആ ഹാൻഡ് വിസ്ക് പോകുന്നതിൻ്റെ ഒരു സൈഡിലോട്ട് പോകുന്നത് ശ്രദ്ധിച്ച് നോക്കുക, കറക്കുക, നടുക്കേക്ക് കൊണ്ടുവരിക.
അങ്ങനെയാണ് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിലോട്ട് ഇത് കറക്കി കറക്കി എടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ വിനിഗർ കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ബേക്കിംഗ് സോഡ ഒന്ന് ആക്ടിവേറ്റ് ആയി വരാൻ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ വിനിഗർ ഒഴിക്കണം. നോക്കിക്കേ, ഇനി നമ്മുടെ സ്പാച്ചില വെച്ച് നമുക്ക് നല്ലതുപോലെ അടിയിൽ നിന്നൊന്ന് പൊക്കി ഇളക്കണം. നോക്കിക്കേ, ആ ഇളക്കുന്നതിൻ്റെ അത് കണ്ടോ, അടിയിൽ നിന്ന് ഇളക്കി പൊക്കി മുകളിലോട്ട് എടുക്കുക. എല്ലോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കളയരുത്. ആ ബാറ്റർ താണു പോയാൽ കേക്ക് പമ്മിപ്പോകും. കേക്കിന് ഹൈറ്റ് ഇല്ലാതെ അങ്ങ് താണു പോകും, നടുക്കുവശം കുഴിയുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ വന്നു പോകും. നോക്കിക്കേ, ഇനി മുകളിൽ നിന്ന് കുറച്ച് ഉയരത്തിൽ നിന്ന് ഒഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. വിനീഗർ ഒഴിക്കുമ്പോൾ നേരത്തെ ഒഴിക്കരുത്. ആ കേക്ക് ടിന്നിലോട്ട് ഒഴിക്കുന്ന സമയം മാത്രമേ ഇത് മിക്സ് ചെയ്യാവൂ. നോക്കിക്കേ, ബബിൾസ് കണ്ടോ പൊട്ടി പൊട്ടി വരുന്നത്. ഇനി നടുക്ക് നിങ്ങൾ ഒരു പാട് ശ്രദ്ധിച്ചോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഒഴിച്ചത് കൂടിക്കിടക്കുക. അത് മാറാൻ വേണ്ടിയിട്ടാണ് സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈവനായിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ മിക്സ് ആയിട്ടിരിക്കും. നമ്മുടെ കേക്ക് എപ്പോഴും ഓവനിൽ വെക്കുന്നത് പോലെ വെച്ച് എടുത്തു. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 160 ഡിഗ്രിയിൽ 30-35 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട്, നോക്കിക്കേ, നല്ല ഹൈറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എപ്പോഴും കിട്ടുന്ന ഹൈറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗത്തോ താഴ്ഭാഗത്തോ ഒന്നും ഓയിലിൻ്റെ ഒരു കംപ്ലൈൻറ്റും ഈ കേക്കിനില്ല. കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ഡ്രൈ ആയിട്ടിരിക്കുക. നോക്കിക്കേ, നമുക്ക് ആ പുറത്തെ സ്കിന്ന് ക്രീം പുരട്ടുന്നതിന് വേണ്ടിയിട്ട് റിമൂവ് ചെയ്യണം. അത് മാറ്റിയിട്ട് കാണിക്കാം. നല്ല സ്പഞ്ചിയാണ്. അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്പീഡിൽ നമുക്ക് തിരിച്ചു വരും. ഇനിയും നോക്കിക്കേ, ഒരു ഓയിലും നമ്മുടെ കേക്കിൽ വന്നിട്ട് എന്താ പറയുന്നത്, നനവോടെ ഇരിക്കുന്നില്ല. നല്ല ഡ്രൈ ആണ് കേക്ക്. ഇനിയും നമുക്കിതിനെ ലെയറാക്കി കാണിക്കാം. അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 ലെയറും നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.